ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിന്ന സിനിമയുടെയും പള്ളിച്ചട്ടമ്പി സിനിമയുടെ റെസ്പോൺസ് പരിശോധിക്കാം നമുക്ക്. എന്തായാലും വിഷു പ്രമാണിച്ച് റിലീസ് വന്ന രണ്ട് സിനിമകളാണ് പള്ളിച്ചട്ടമ്പിയും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിലും. വിഷു പ്രമാണിച്ച് വന്ന രണ്ട് സിനിമകൾക്കും വലിയൊരു ബോക്സ് ഓഫീസ് റെസ്പോൺസ് കാണാൻ സാധിക്കുന്നില്ല. കളക്ഷന്റെ കാര്യത്തിൽ നമ്മുടെ പള്ളിച്ചട്ടമ്പി 2 കോടിന് മുകളിലുണ്ട്. ഇപ്പൊ നമ്മുടെ ദുരൂഹ സാഹചര്യമാണെങ്കിൽ ഓൾമോസ്റ്റ് 70 കോടിന് മുകളിലുണ്ട്. 70 കോടിയല്ല, 70 ലക്ഷത്തിന്റെ മുകളിലുണ്ട് കേരളത്തിലെ ഓപ്പണിംഗ്. എന്തായാലും പടത്തിന്റെ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സിനിമയും ആവറേജ് ആണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫുൾ ഓൺ പോസിറ്റീവ് ഒന്നുമല്ല. ഈ ദുരൂഹ സാഹചര്യം നോക്കുവാണെങ്കിൽ സിനിമ ഒരു കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. സിനിമ ഒരു കോമഡി ആയിട്ട് പോകുന്നുണ്ട്, സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് സിനിമ ഭയങ്കര സ്ലോ സ്റ്റാർട്ട് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സിനിമയുടെ തിരക്കഥയാണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും പല ഇടങ്ങളിലായിട്ട് വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ദുരൂഹ സാഹചര്യം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ പലരും പറയുന്നുണ്ട് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ വളരെ മോശമാണ്, സെക്കൻഡ് ഹാഫ് തന്നെ സിനിമയ്ക്ക് പോയിന്റ് ലെസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറെന്റ് ആയ ഒരു ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് പലർക്കും പല എക്സ്പെക്ടേഷൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പല രീതിയിലാണ് അവർക്ക് ഔട്ട്കമ്മും വന്ന് റിവ്യൂസ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഈ ഒരു സിനിമ. വൺ ടൈം വാച്ചബിൾ പ്രയോറിറ്റി ഒക്കെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു ദുരൂഹ സാഹചര്യം സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ ഈ ഒരു പടത്തിൽ അഭിപ്രായം. എന്തായാലും സിനിമയ്ക്കും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. നമ്മുടെ ടൊവിനോ തോമസ്, കൈദു ലഹാർ, ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ വന്ന സിനിമ. ആ സിനിമയെ കുറിച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് ആവശ്യമാണ്. ആ സ്ക്രിപ്റ്റാണ് അങ്ങ് പാളിപ്പോയത്. പണ്ടെങ്ങാണ്ടോ റിലീസ് ചെയ്ത് 90s കഥ പറയുന്ന ഒരു സിനിമയാണ്. അതുപോലെയാണ് പടത്തിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ലൈക്ക് സിനിമേന്റെ ആ ഒരു സെറ്റ് ഇട്ടതല്ല ഞാൻ പറഞ്ഞത്. സിനിമേന്റെ ഈ ഒരു പ്ലോട്ട്, തിരക്കഥ എല്ലാ രീതിയിലും ഈ പൊളിറ്റിക്കലായിട്ട് സിനിമ പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് പല ഇടങ്ങളിലായിട്ട് പാളിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഈവൻ ഈ ടൊവിനോന്റെ സീന്, ടൊവിനോന്റെ പെർഫോമൻസ് നൈസാന്ന് പറയുന്നുണ്ട്. അതല്ല, നമ്മുടെ ഈ ഒരു പൃഥ്വിരാജിന്റെ കേമിയോ പറയുന്നുണ്ട്. പൃഥ്വിരാജിന്റെ കേമിയോ തന്നെ അനാവശ്യമായി എന്ന് പറയുന്നവരുണ്ട്. ലൈക്ക് ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. കാരണം കേമിയോ റോൾ അത്ര വലിയ രീതിയിൽ ഇമ്പാക്ട് കാണുന്നില്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്ററിൽ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ പൃഥ്വിരാജ് സിനിമയിൽ കാസ്റ്റ് ആയിട്ടുണ്ടെന്ന രീതിയിൽ. പിന്നെ ജേക്സ് ബിജുവിന്റെ ബീജം ഒക്കെ സൂപ്പറാന്ന് പറയുന്നുണ്ട്. പിന്നെ സിനിമ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കുറച്ചും കൂടിയും കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സിനിമയ്ക്കും പള്ളിച്ചട്ടമ്പി സിനിമയ്ക്കും ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെയാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ വർഷം വിഷു പ്രമാണിച്ച് റിലീസ് രണ്ട് സിനിമകളും മോശമായ പെർഫോമൻസാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. കാത്തിരുന്ന് ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ റെസ്പോൺസ് ആയിട്ടും ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടും. പക്ഷേ എല്ലാവരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷൻ ദുരൂഹ സാഹചര്യം അതുപോലെ തന്നെ പള്ളിച്ചട്ടമ്പി സിനിമേന്റെ ഒക്കെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചാനൽ ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് ചെയ്യുക കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും റിവ്യൂസിനായിട്ടും. പക്ഷേ എല്ലാവരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷൻ ചാനൽ.